ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് വേണ്ടസ്. കഴിച്ചപ്പോഴേ നമ്മൾ ഇവിടെ തിരുവനന്തപുരം നമ്മൾ അന്ന് പോയില്ലേ പൊന്മുടി, അവിടെ ഒരു വട്ടോടെ ഒന്ന് പോകാൻ ഭയങ്കര ആഗ്രഹം കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പൊന്മുടി പോകാൻ വേണ്ടി ഇറങ്ങും. ഇപ്പം വെളുപ്പിനെ 6:45 കഴിഞ്ഞ് 7 മണിയോളം ആവാറായി. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുക. നമുക്ക് താഴെ പോയി ബാക്കിയെല്ലാം കാണാം. ഇറങ്ങും, ഇവിടുന്ന് എല്ലാം സെറ്റാക്കി വെച്ച് നമുക്കിനി ബാക്കി പോകുന്ന വഴിയെല്ലാം കാണാം. ഏകദേശം നമ്മളിപ്പോഴത്തെ കായംകുളം ഓയിൽ ജംഗ്ഷനിലെത്തി. നമ്മൾ ഓയിൽ ജംഗ്ഷനിലിപ്പോൾ ഇങ്ങനെയൊക്കെയായി റോഡ് പണിയുടെ അനുസരിച്ച് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഏകദേശം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി നമ്മളിത് ഈ ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിച്ചു. പക്ഷേ എനിക്ക് ചെറിയൊരു പനിയുടെ ഇതുണ്ട്, അങ്ങനെ വോമിറ്റിങ്ങൊക്കെ വരും. അത് ഞാൻ വലിയായിട്ട് കഴിച്ചില്ല, മേടിച്ചത് ഇച്ചിരി കഴിച്ചിട്ട് അവിടെ അങ്ങ് വെച്ചു. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ നമ്മൾ ഇവിടെ പോകുന്ന റൂട്ടാണ്, പൊന്മുടിക്ക് പോകുക. ഭയങ്കര തിരക്ക്, പിന്നെ തല്ലിപ്പൊളി റോഡ് വരുന്നു. ഇതേക്കുണ്ട് മൊത്തം ചെടി അടിച്ച് കയറി ഷോക്ക് ഉണ്ട്. എനിക്കാണെങ്കിൽ നല്ല അടിപൊളി പനിയും ഛർദിലൊക്കെ. എനിക്ക് ഒട്ടും അനങ്ങാൻ വയ്യ, ഭയങ്കര ശരീരവേദനയുണ്ട്. പിന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നൊക്കെ മേടിച്ച്. ഇവിടെ തിരക്കകനൊന്ന് ചവിട്ടി വന്നു, ജസ്റ്റ് കുറഞ്ഞിട്ടില്ല. അതിൻ്റെ ചവിട്ടാൻ വയ്യ, അതൊന്ന് ജസ്റ്റ് നിർത്തുക, കുറവും കഴിക്കും. തല്ലിപ്പൊളി റോഡെന്ന് വെച്ചാൽ തല്ലിപ്പൊളി റോഡാണ്. പക്ഷേ ഞാനിവിടെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറി, എനിക്ക് തീരെയും വയ്യ. ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഹോസ്പിറ്റലിലോട്ട് വന്നു. എനിക്ക് നല്ല പനിയുണ്ട്. ഏകദേശം നമ്മുടെ വണ്ടി അവിടെ വെച്ചിട്ട് ഇനി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കയറണം. അത് ഇവിടെ വണ്ടിയുടെ ഇത് ചെയ്തിട്ട് വരാം. ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ അങ്ങോട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോവാം. നല്ല വയ്യായ്മ ഉണ്ടല്ലേ. ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ കാണിക്കുന്നതല്ല, പക്ഷേ കുഴഞ്ഞ് എനർജി ഫുള്ളി ലോ. പക്ഷേ എൻ്റെ ടോക്കൺ നമ്പർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ട്രിപ്പ് ഇടാം. ഇവിടെ തന്നെ ട്രിപ്പ് ഇട്ടിടത്തേക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ എന്തായാലും ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കടത്തിയിരുന്നത്. ഇപ്പോൾ ഡോക്ടറിനെ കാണണം, കഴിച്ചിട്ട് നമുക്കിനി നേരെ പൊന്മുടിക്ക് വിടാനുള്ളതാണ്. കഴിച്ചപ്പോഴത്തേ നമ്മുടെ ട്രിപ്പ് ഇട്ടത് അഴിച്ച് നമ്മുടെ ദുൽദുലിൻ്റെ അടുത്തോട്ട് നടക്കും. പക്ഷെ നമ്മൾ ഇവിടെ ഊണ് കഴിക്കാൻ വേണ്ടി കയറി. ഇവിടെ ഒരു ഹോട്ടലിൽ എൻ്റെ കയ്യിൽ മറ്റേ നമ്മൾ ചോറൊക്കെ വന്നിട്ട് അവിടെ നിന്ന് വിട്ട് പറഞ്ഞേരായി കേട്ടോ. ഇത് പൊന്മുടിയിലോട്ടുള്ള റൂട്ടിലോട്ട് തിരിഞ്ഞിട്ടുണ്ട്. നല്ല കയറി വരവാൻ ചെയ്യേണ്ടിരിക്കുക. നമ്മൾ പൊന്മുടിയിലോട്ടുള്ള റൂട്ടിൽ കയറിയിട്ടുണ്ട്. നമ്മൾ പൊന്മുടിയിലെത്തി. പൊന്മുടിയിൽ നമ്മൾ പണ്ട് വന്നപ്പോൾ എടുത്തൊരു റൂമുണ്ട്. ആ റൂം അവിടുത്തെ അവിടെ തന്നെ എടുത്തേക്കുന്നത്. റൂം അതല്ല, എൻ്റെ ബാക്കിലെ റൂമാണ്. വേറെ ആളുകളുള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ കയ്യിൽ ട്രിപ്പ് ഇട്ടിരുന്നതുകൊണ്ട് ഭയങ്കര വേദനയുണ്ട്. ജസ്റ്റ് ഒന്ന് കിടന്ന് 4 മണി വരെ അവിടെ എൻട്രി ഉള്ളു. നമുക്ക് ഇനി മല കയറണം പോയി. അതുകൊണ്ടേ ഇപ്പോൾ കയറിയിട്ട് വരാമെന്ന് വെച്ചു. നമ്മുടെ ദുൽദുലിനെ എടുത്ത് നമുക്ക് പൊന്മുടി മുകളിൽ പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുക്കാം. പിന്നെ ബാക്കിയാണ് ദുൽദുൽ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ദുൽദുലിനെ എടുത്തത് നമ്മൾ ഇതുവഴിയാണ് പോകേണ്ടത്. മുകളിലോട്ട് കയറി പോകണം. നമുക്ക് വണ്ടി എടുത്ത് പോയിട്ട് വരാം.
കയറാൻ പോയി. ഇവിടെ എന്തെങ്കിലും ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ ഫോറസ്റ്റിനുള്ളിൽ കയറി. ഇപ്പം നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് പോവാം. പക്ഷേ നമ്മൾ എന്താ എയർപിന്ന് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കുറേ എയർപിന്ന് കയറി ഒത്തിരി ഇതുണ്ടത്. അങ്ങനെ കറങ്ങി ഇങ്ങനെയൊക്കെയാണ് വരേണ്ടത്. ഒത്തിരി നേരം അതിൻ്റെ മുകളിൽ ആ കാണുന്ന കട ഉണ്ട്. അവിടെ നിന്ന് ഒരു കുപ്പി വെള്ളവും മേടിച്ച് ഈ മേലോട്ട് ഇനിയും കുറേ കയറുണ്ട്. അങ്ങ് മേളിൽ ടോപ്പിൽ ചെല്ലണം നമുക്ക്. പോട്ടെ, നമ്മുടെ ദുൽദുലൂടെ ഉണ്ട്. ദുൽദുല് കാട്ടിലൂടെ നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ ആനയൊക്കെ ഉണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. ഞാനിപ്പോൾ മേളിലെത്തി. പക്ഷെ മഴയും തുടങ്ങി. വിറയ്ക്കുക. മഴയുണ്ട് കേട്ടോ. അത് ഇന്നിട്ട് ഭയങ്കര തണുക്കുന്നു. ഞാൻ ഒരു മണ്ടത്തരം കാണിച്ചു. ചൂടത്ത് കോട്ട് വിട്ട് ജാക്കറ്റ് ഇട്ട് അത് ഭയങ്കര തണുപ്പത്ത് ലാസ്റ്റായി. നമ്മളിത് മേളിലെത്തി. ഇവിടെ ടോപ്പിൽ നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നമുക്ക് അവിടെ ഇപ്പുറത്തും പോകണം. പിന്നെ ഇതിൻ്റെ മേളിൽ നോക്കാം നമുക്ക് പോകണം വേണ്ടെന്നുള്ള. ഇപ്പോഴേ എനിക്ക് തണുപ്പ് തുടങ്ങി. അല്ല നമ്മളവിടെ കയറിയതുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങോട്ട് പോവുക. എൻ്റെ കയ്യിൽ ഇവിടാണ് ട്രിപ്പ് ഇട്ടത്. നല്ല വേദനയുണ്ട്. ഇതുണ്ട് അത്രയും ഭാഗം. എൻ്റെ നല്ല രസം. ഓടി വരുന്നുണ്ടോ? ഇവിടെ നമ്മൾ അന്ന് വന്നപ്പോൾ ഇങ്ങോട്ടൊന്നും വന്നില്ലായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ അവിടെ കയറാതെ അവിടെ നമുക്ക് കയറണം. എങ്കിലും ഇവിടെ നിന്ന് നോക്കിയിട്ട് വരാം. ശരി, സ്പൈഡർമാനെ കണ്ടോ? പക്ഷേ ഇവിടെ ഫുള്ള് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് മൊത്തം കുറേ നേരം ഇവിടെ നിന്ന് ഇരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ഈ പനിയുടെ ഇതുള്ളതുകൊണ്ടേ അധികം നേരം അങ്ങനെ നിൽക്കാൻ വയ്യ. അതുകൊണ്ട് ഇനി ഇത്ര നമ്മളെ റൂമിൽ ചെന്നിട്ടൊന്ന് കിടന്നുറങ്ങണം എന്നിട്ട്. പക്ഷേ ഇതുണ്ട് അഡ്വഞ്ചർ ഇരിക്കുന്ന അനിയനെ എടുക്കണമെന്നും പറഞ്ഞിരിക്കുന്ന വണ്ടിയാണ്. അവനിത് ഭയങ്കര ആഗ്രഹമുള്ളൊരു വണ്ടിയാണ്. അഡ്വഞ്ചർ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ വണ്ടി ഓഫ് ചെയ്തത് തനിയെ അങ്ങ് പൊക്കോണ്ടിരിക്കുക വണ്ടി. പനിയുടെ ഒരു ഇത്
കാര്യം റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇവര് ഞാൻ അതുകൊണ്ട് ഹോട്ടലിലൊക്കെ ചോദിച്ചിട്ട് ഹോട്ടലില്ല. പനി കൂടെ വയ്ക്കുന്നതെല്ലാം ഈ പൊറോട്ടായ ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് പറ്റുന്നത്. പിന്നെ ഞാനിവിടെ വരുമ്പം കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കുക. അവിടെ അവർ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ. പിന്നെ കഞ്ഞി അങ്ങനെയില്ല. കഞ്ഞി സാധാരണ കുടിക്കുന്നതല്ല, എന്തൊക്കെ പറഞ്ഞാലും കുടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത്രയും വൈകുന്നു, നല്ല ക്ഷീണിതരാണ്. നമ്മൾ ഈ ഹോട്ടലിൽ ഒന്ന് വഴിയോരം റെസ്റ്റോറൻറ്റ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കണം. നമ്മൾ വണ്ടി ഇറങ്ങാൻ പോവാം. അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ കയറ്റി നമ്മുടെ റൂമിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ലോക്ക് ചെയ്ത് നമുക്ക് റൂമിലോട്ട് കയറാൻ 8 മണിയാവുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നല്ല തണുപ്പ്. ഞാൻ കുറച്ച് താഴെ പോകണം നമ്മുടെ റൂമിലേക്ക്. അങ്ങോട്ട് പോവുക. ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല ഇവിടെ. നല്ല തണുപ്പ്. മഴയുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുക. വേട്ടൊക്കെ വെള്ളം വീഴുന്നുണ്ട്. നമ്മളിവിടെ ഹോട്ടലിൽ വന്ന് സാധനം മേടിക്കും. എനിക്കിത് ദോശയും ഇതുണ്ട്, കിഴങ്ങറിയും തന്നു. അപ്പോൾ നമ്മളത് കഴിക്കും. എനിക്ക് പൊറോട്ട അങ്ങനെ ഒന്നും വേണ്ട. പൊറോട്ടയൊക്കെ ഉള്ളായിരുന്നു അവിടെ. പിന്നെ എനിക്ക് വേണ്ടി അവർ പ്രത്യേകം ചെയ്തതായിരുന്നു. VIP അല്ലേ എന്ന് പറയുന്നത്. കഴിക്കട്ടെ.